ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമുക്കിന്ന് സ്വന്തം നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു കല്യാണം എടുത്തു. എൻ്റെ കസിൻ സിസ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ നിഷത്താൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ബ്രൈഡ്. അപ്പോൾ നടുവണ്ണൂരായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2-3 സാധനങ്ങൾ പുറത്തുനിന്ന് മേടിക്കാൻ ഉണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം അതൊന്നും മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ, അത്രത്തോളം മഴയായിരുന്നു. എന്താണെന്ന് അറിയില്ല, ഇക്കുട്ടിയുടെ കല്യാണത്തിന് ഇങ്ങനെ മഴ പെയ്യുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യമുള്ളവരൊക്കെ പറയായിരുന്നു നമ്മൾ തേങ്ങ ഇങ്ങനെ വെറുതെ കഴിച്ചാൽ കല്യാണത്തിന് അന്ന് മഴ പെയ്തു. ഇനി അസലി ഒരുപാട് തേങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും, ആർക്കറിയാം. എന്തായാലും നോക്കാനുള്ള രീതിയിൽ നമ്മളിതാ നടുവണ്ണൂർ അവരെ വീടിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അളിയനിതാ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം കാറൊക്കെ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് വേണം കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നേ. നല്ല വഴുക്കലുള്ള സ്ഥലവും മഴയായതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം. ഹൈസനായിട്ട് അളിയൻ പോയി കഴിഞ്ഞ ശേഷം പിന്നെ എന്താ ഈ ഭാഗം കടന്നതിന് ശേഷം കേട്ടോ ഹൈസനെ മേടിച്ചത്. കാരണം എനിക്ക് തന്നെ പേടിയാവാൻ നടക്കാൻ. പണിയന് കുറച്ച് ദിവസമായി അങ്ങോട്ടും കൊണ്ട് നടക്കുന്ന നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഹൈസാപ്പൂനെ എടുത്ത് നേരെ നമ്മൾ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കയ്യിൽ ഹൈസനെ കൊടുത്തിട്ട് വേണം ഒന്ന് ഫ്രീ ആണെന്ന് വിചാരിച്ചപ്പോൾ നേരെ മുന്നിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം നേരെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് പിന്നെ ഞാനൊന്ന് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആയിഷക്കും മിഷപ്പിക്കും നമ്മുടെ കുട്ടീസിന് എല്ലാവർക്കും കൂടി ഷോ അങ്ങ് ഇറക്കാമല്ലോ. ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഉമ്മ കേട്ടോ. ഉമ്മച്ചിനെ കണ്ടപ്പോൾ വേഗം ഓടി വന്നതാണ്. അങ്ങനെ അവർ സ്വീകരിക്കാൻ വേണ്ടി മുന്നേ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആയിഷ നമ്മുടെ കുട്ടീനെ കണ്ടപ്പോൾ പിന്നെ ഫുള്ള് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി അവരെ ദിവസമല്ലേ നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി സ്വീകരിക്കാൻ പിന്നെ നമ്മുടെ അളിയനാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം അളിയൻ്റെ ഏട്ടൻ കുറച്ച് ദിവസം മുമ്പേ കുറച്ച് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു വിഷമവും, പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി നോക്കി നടത്തുന്നത് നമ്മുടെ അളിയനാണ്. ഇത് നമ്മുടെ ബ്രൈഡ് വന്ന് ബ്രൈഡിൻ്റെ സിസ്റ്ററാണ് കേട്ടോ. ഹായ് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നേ. എന്താണെന്നല്ല നല്ല സ്റ്റൈലായിട്ടുണ്ട്, മാഷാ അല്ലാഹ്, നല്ല അടിപൊളിയിലിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അളിയനെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന ഒരു ഫാമിലി പോസൊക്കെ അവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ആൾക്കാർ വരുമ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ വേഗം എല്ലാത്തിനും നിർത്തി നല്ല നല്ല വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിൻ്റെ കുട്ടീസും എല്ലാവരും ഒരു ഡ്രസ് കോഡ് പോലെ നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ സെക്ഷനാണ് കേട്ടോ. കാരണം ആൾക്കാർ വന്നാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൈഡിനെ ഇവിടെ എൻഗേജ്ഡ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു സിസ്റ്റർ നിങ്ങൾ നേരത്തെ കണ്ടു. ഇനി അടുത്ത സിസ്റ്ററെ ഇവിടെ പരിചയപ്പെടാം. ഇതാണ് രണ്ടാമത്തെ ആൾ കേട്ടോ. അപ്പോൾ അവൾ കുഞ്ഞു വാവയൊക്കെ ഉണ്ടായി. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ചെറിയൊരു മൂഡൗട്ടിലാണ് ചെറുത്. പിന്നെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തില്ല. പിന്നെ പുറത്തേക്ക് എല്ലാവരും ഈ മഴയത്ത് കയറി വരുന്നതിനോട് ഭയങ്കര തണുപ്പാണല്ലോ. അപ്പോൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടി നല്ല കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താക്കി ബ്രൈഡിൻ്റെ ഉമ്മനെയൊക്കെ നിർത്തി. ഇത് ബ്രൈഡിൻ്റെ ബെസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരെയും ഒരു വീഡിയോയിൽ അങ്ങ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അളിയൻ്റെ ഉമ്മയും ഉമ്മച്ചിയൊക്കെ ഭയങ്കര കഥയിലാട്ടോ, അവരവിടെ പറയട്ടെ. അങ്ങനെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അതെല്ലാവരും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഏകദേശം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ആയി കഴിഞ്ഞല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴതാ മാമനും അമ്മായിയും ഒക്കെ വന്നിട്ടുണ്ട്. അവർ നമ്മളെ പിന്നിൽ തന്നെയാണ് വന്നത്. അപ്പോൾ അവിടെ എത്തി കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് നമ്മൾ കവർ ആദ്യം എഴുതി ഇങ്ങനെ ഇടാറില്ല. ഇപ്പോൾ അവിടെ തന്നെ പേര് പറഞ്ഞ് നമ്മൾ പൈസയും കൊടുത്ത് വരുത്താണ്. അതുമ്പോൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ നിഷാക്കാക്കും മാമനും അളിയനും ഒക്കെ എന്തോ കാര്യമായിട്ട് സംസാരിക്കുക. പിന്നെ അതിൽ നമ്മളും എന്താണ് ഡിസ്കഷൻ എന്നൊക്കെ നോക്കി നിൽക്കുമ്പോഴായിട്ടൊന്ന് മാമനെയൊക്കെ കണ്ടിട്ട് നമ്മുടെ ബ്രൈഡ് താഴൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ നേരം അവരോടൊക്കെ സംസാരിക്കുകയും, കാരണം കുറേ കാലം നിഷത്താൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ നിന്ന കുട്ടിയാണത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് എല്ലാവരും വന്ന് സംസാരിക്കുക ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഒരു കെയറിങ് ആണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അളിയനും എത്താത്ത പിന്നെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട്, ഓ നിങ്ങളാണോ കല്യാണ പെണ്ണും ചെക്കനും എന്നൊക്കെ ഇങ്ങനെ കമൻ്റൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവിടെ അളിയനും എല്ലാവരും കൂടിയൊക്കെ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് ഇതിങ്ങനെ ആധികാരികമായിട്ട് ഗോൾഡിൻ്റെ ഒക്കെ കാര്യങ്ങളാണ് കേട്ടോ. എന്നാൽ പിന്നെ അവരോടൊന്ന് പറയട്ടെ, നമുക്കിനി മെയിൻ ഫുഡാണല്ലോ. അപ്പോൾ പിന്നെ നേരെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കുറച്ച് തിരക്കും ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് ആയിട്ട് ഹൈസൊക്കെ വാരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ നമ്മുടെ അളിയനും നമ്മളെ കുട്ടീസിനെയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണിയും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെജിറ്റേറിയൻ വേറെ താഴെ തന്നെ ആയിട്ട് വേറൊരു സെക്ഷൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അമ്മായിയൊക്കെ വെജാണെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ എന്തായാലും നോൺ വെജ് ആണെന്ന് അറിയാലോ. അങ്ങനെ കുട്ടീസിനും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും ഉമ്മച്ചിയും കൂടി ഹൈസനെയൊക്കെ ഒരു ഭാഗത്താക്കിയതിന് ശേഷം പിന്നെ ഞാനും ഉമ്മച്ചിയും കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നും ഇപ്പം വരാൻ പറ്റില്ലല്ലോ. ഓല ട്രിപ്പ് അത് കഴിക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രൈഡ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നിക്കാഹിൻ്റെ ഒക്കെ സമയമായതുകൊണ്ട് എല്ലാവരും പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ
ഇത് ബ്രൈഡിൻ്റെ നമ്മുടെ ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് എല്ലാവരും ഞാൻ കവർ ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവിടെ നിന്നതാണ്. അങ്ങനെ അത് അളിയെ നിക്കാഹൊക്കെ ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി നിക്കാഹും അങ്ങനത്തെ പരിപാടികളൊക്കെ ഇനി പള്ളിയിൽ നിന്നാണ്. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള കുട്ടീസിൻ്റെയൊക്കെ ഫോട്ടോ അതാ ആയിഷയും ഹൈറക്കുട്ടിയും സെയിം ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചാൻസ് എപ്പോഴെങ്കിലും അല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ അവരെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ബ്രൈഡും ഹാപ്പി ആയി നിൽക്കുന്നുണ്ട്. കാരണം നിക്കാഹൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചെക്കൻ്റെ കൂടെ അങ്ങ് പോകാലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇതാ പള്ളിയിലത്തെ വീഡിയോസൊക്കെ നിഷാക്കാണ് എടുത്തുകൊണ്ടുവന്നത്. നല്ല നിക്കാഹും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് ചെയ്ത് നമ്മുടെ അളിയൻ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിടും ഇപ്പം തന്നെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നുള്ള. നമ്മൾ ആയിഷമോളും ഒക്കെ വലുതായി വരില്ലേ അങ്ങനെയൊക്കെ ഞങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാ ഈ ലുക്കിൽ കാണുമ്പോൾ മാഷാ അല്ലാ എല്ലാം നിക്കാഹൊക്കെ അങ്ങനെ സന്തോഷമായിട്ട് നമുക്കിങ്ങനെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്തായാലും അവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര മഴയായിരുന്നേ. മഴയായപ്പോൾ ഞങ്ങളിങ്ങനെ കൺഫ്യൂഷനായി. ഇനി അവിടുന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാൻ അവർ ബുദ്ധിമുട്ടുന്നുണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയത്. അപ്പോൾ തന്നെ നമ്മുടെ അളിയനൊക്കെ അവിടെ സെറ്റായി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഇരു സെക്ഷൻ്റെ ഫുഡ് കഴിക്കുന്ന ടീംസ് ആട്ടോ. ഇത് നിഷത്താത്ത പോലും ഇതുവരെ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ നിഷത്താൻ്റെ ടീം എത്താൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തെ ഇതാണ് ഞങ്ങളുടെ നിഷത്താൻ്റെ ഗ്യാങ്ങിൽ പെട്ട 2-3 ആൾക്കാർ കേട്ടോ. അവരൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വന്നതാ നമ്മൾ പിയാപ്പിളയും ആൾക്കാരെയും ഒക്കെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇത് അവർ സഹോദരിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കാത്തു നിന്ന് കുറച്ച് പേര് മഴ കൊണ്ടിട്ട് അങ്ങനെ പള്ളീൻ്റെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ വേഗം മഴയെ തോടി നമ്മുടെ ഗ്രൂം അതായത് ഹസ്ലീൻ്റെ ഹസ്ബൻഡ് കേട്ടോ പിയാപ്പിള അത് നേരെ വരുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ അളിയൻ കൈയൊക്കെ കൊടുത്ത് നേരെ സ്വീകരിച്ച് ഇനി പന്തലിലേക്ക് ഇരുത്തണം, ഫുഡ് കഴിക്കണം. അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ അവർ കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോയി നോക്കി അവിടെ ഒക്കെ ഒന്ന് റെഡിയാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ അസ്ലി ഇറങ്ങുന്ന കാണാൻ കാത്തു നിന്നില്ല. നമുക്ക് വേറൊരു ഫംഗ്ഷനോട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി അവിടുത്തെ മുഴുവൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് കവർ ചെയ്ത് നമ്മുടെ കുട്ടീസിനെയും ഒക്കെ എടുത്ത് എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇനി നമുക്കും പോകണമല്ലോ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് വന്നവരൊക്കെ കണ്ട് അവർ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. ഇനി അസ്ലി ഇറങ്ങുന്ന ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അസ്ലിനോടും യാത്രയൊക്കെ പറഞ്ഞ് ഇനി സന്തോഷമായിട്ട് നല്ല എന്താ പറയുക വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫൊക്കെ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അവൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് സന്തോഷമായി എന്തായാലും. അങ്ങനെ നല്ലൊരു കല്യാണം കൂടിയ ഒരു സന്തോഷം നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഹൈസാപ്പൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ പറയുക നേരെ നടന്നു പോവാണ് കേട്ടോ. അപ്പോഴാണ് ആലോചിക്കുന്നത് ഇനിയും ആ സ്റ്റെപ്പും അവിടെ ഒക്കെ കടന്നു പോകണമല്ലോ എന്ന്. അങ്ങനെ പതുക്കെ പോയി നേരെ വണ്ടിയിലൊക്കെ കയറി ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണാം. ടാറ്റ.